വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ബിൽ വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കി. किसी भी जमीन को आप वक्त प्रॉपर्टी डिक्लेयर कर देता था, वो प्रॉपर्टी को हमने हटा दिया है. वो कोई भी जमीन को वक्त प्रॉपर्टी डिक्लेयर करके फिर किसी गरीब के लिए नहीं करना है. आज पूरा हमारे देश का क्रिश्चियन कम्युनिटी, जो कैथोलिक चर्च काउंसिल के लोग, भारत चर्च ग्रुप के लोग केरला में हो या देश भर में आज पुकार के क्यों कह रहा है कि वक्त संशोधन बिल जल्दी पारित होना चाहिए. वो इसलिए कि सेक्शन 40 का मिसयूज होता था. അതേസമയം ബിൽ മതസ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ലെന്നും വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു പറഞ്ഞു. दोनों सदन लोकसभा राज्यसभा मिला करके ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के, लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. This type of bill, when you are bringing it to the House, at least the members has to have the power to give amendments. Yesterday, what happened, sir? This bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendment, sir. അതേസമയം വഖഫ് ബില്ലിൽ യഥാർത്ഥ ചർച്ച നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സ്വത്തായി അവകാശവാദം ഉന്നയിക്കുമായിരുന്നുവെന്നും കിരൺ വിമർശിച്ചു. എം.ജി. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുകയാണ്. പക്ഷേ നിലവിലെ അംഗബലം നോക്കുമ്പോൾ ബില്ല് പാസ്സാവാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഭരണപക്ഷം അനുകൂലിക്കുന്നു ബില്ലിനെ, പറയുന്നു ബില്ല് ഇസ്ലാം വിരുദ്ധമല്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കിയത് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതോടൊപ്പം തന്നെ വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം, ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു നമ്മൾ കേട്ടു. ഇന്ന് എന്തൊക്കെയായിരുന്നു പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് വാദപ്രതിവാദങ്ങൾ സഭയിൽ? ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ 8 മണിക്കൂർ ചർച്ചയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ വൈകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വോട്ടെടുപ്പിലേക്ക് ഒരു 10 മണിക്ക് ശേഷം എങ്കിലും കടന്നേക്കുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അല്പസമയത്തിന് മുമ്പ് എറണാകുളം എം.പി. ഹൈബി ഈഡൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അത് ഭരണപക്ഷത്തെ പ്രധാനമായും ചൊടിപ്പിക്കുകയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നേരത്തെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഒപ്പം തന്നെ മുസ്ലിങ്ങൾ വിരുദ്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബാധിക്കുന്ന തരത്തിലുള്ള ബില്ലല്ല തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അത് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതായത് ഇക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ഭയം വളർത്താൻ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നാണ് അമിത്ഷാ ആരോപിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ഇസ്ലാം വിരുദ്ധമല്ലെന്നും അമിത്ഷാ പറയുന്നു. ബിൽ മുസ്ലിം വിരുദ്ധമെന്ന് പ്രചരിപ്പിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കമാണ്. വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്ന മുസ്ലിങ്ങളില്ലാത്തവർ മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വഖഫ് നിയമ ബോർഡിലും ഒപ്പം തന്നെ ഇതിൽ കൃത്യമായി മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് എല്ലാ ആരോപണവും അവരുടെ വഖഫിലെ ഇടപെടലിനെ കുറിച്ചാണ്. അതെല്ലാം തന്നെ കൃത്യമായി JPC-യിലേക്ക് ഈ സംഭവം വന്നപ്പോൾ 97 ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ
ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായാണ് ഈ ബില്ല് തയ്യാറാക്കിയത്. JPC അംഗീകരിച്ചതിന് ശേഷം മന്ത്രിസഭ ഈ ബില്ല് അംഗീകരിച്ചതിന് ശേഷമാണ് സഭയിലേക്ക് ബില്ല് വരികയും ചെയ്യുന്നത്. അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ജനങ്ങൾ തിരിച്ചറിയുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുമെന്ന് കൂടി അമിത്ഷാ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ 12 മണിയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ അംഗങ്ങൾ സംസാരിക്കുമ്പോഴും പലതവണയും സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതിനെ സ്പീക്കർ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പുരിയിൽ നിന്നുള്ള BJPയുടെ MP ഇപ്പോൾ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംബിത് പത്രയാണ് ഇപ്പോൾ ബില്ലിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സായാലും കോടതിയിൽ നേരിടുമെന്നാണ് മുസ്ലിം ലീഗ് അടക്കം പറഞ്ഞത്. ഈ നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ നിയമത്തിനെതിരെ സാധുതയുള്ളതാണോ മിഥുൻ? എങ്ങനെ മനസ്സിലാക്കണം നമ്മളത്? സ്വാഭാവികമായും 293 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിനുണ്ട്. 250 അംഗങ്ങളുടെ പിന്തുണയാണ് പ്രതിപക്ഷത്തിനുള്ളത്. വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ലോക്സഭയിൽ ഈ ഒരു നിയമം പാസ്സാവുകയും ചെയ്യും. അതേസമയം രാജ്യസഭയിലേക്ക് വരുമ്പോൾ 125 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിനുള്ളപ്പോൾ 118 പേരുടെ പിന്തുണയാണ് പ്രതിപക്ഷത്തിനുള്ളത്. 7 പേരുടെ ഒരു മേൽക്കൈ ഭരണപക്ഷത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത്. എന്തായാലും രാജ്യസഭയിലേക്ക് ഈ ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ ആ വോട്ടെടുപ്പിൽ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ പങ്കെടുക്കും, അതിലേതെങ്കിലും തരത്തിൽ വിട്ടുനിൽക്കൽ ഉണ്ടാകുമോ, അതൊക്കെയാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ JDUവും TDPയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിനൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് മുസ്ലിം വിരുദ്ധമല്ല എന്ന നിലപാട് അവരും ആവർത്തിച്ചു പറയുന്നു. അവരുടെ അംഗങ്ങൾ മുഴുവനും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് കൂടി നേരത്തെ ലല്ലൻ സിംഗ് അടക്കമുള്ളവർ നേരത്തെ ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു തരത്തിലും ഭരണപക്ഷത്തെ സംബന്ധിച്ച് ബില്ല് പാസ്സാക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ബില്ല് പാസ്സാക്കിയാലും അതിനെതിരെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നീക്കമുണ്ട്. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോഴും ഇക്കാര്യം കൃത്യമായി ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില ആശങ്കകൾ, KCBC അടക്കമുള്ളവർ ഉയർത്തിയിട്ടുള്ള ആശങ്കകൾ, അത് പരിഹരിക്കണമെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയുമായി നടത്തിയ UDF MPമാരുടെ യോഗത്തിൽ അത് കൃത്യമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്, അതിൽ KCBC എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാം. സ്വാഭാവികമായും ഇനി ഒരു വർഷം കാലം മാത്രമാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കേരള ഘടകത്തെ സംബന്ധിച്ചുണ്ട്. ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്തായാലും ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒറ്റക്കെട്ടായി 36 പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ ബില്ലിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ചർച്ച കൂടുതൽ വൈകിയായിരിക്കാം അവസാനിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി. MC മിഥുനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.